ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ ഏടുകളിലൊന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി. ആ ചോരകുരുണ്ട ചരിത്ര മുഹൂർത്തത്തിന്റെ നേർക്കാഴ്ചകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നാലുഭാഗവും കൊട്ടിയടയ്ക്കപ്പെട്ട കെട്ടിടങ്ങൾക്ക് നടുവിൽ വിശാലമായ മൈതാനം. പഞ്ചാബിലെ അമൃത്സറിൽ സുവർണക്ഷേത്രത്തിന് തൊട്ടരികിലാണ് ജാലിയൻ വാലാബാഗ്. വർഷം 1919 ഏപ്രിൽ 13. പഞ്ചാബിൽ അന്ന് വൈശാഖി. മലയാളിക്ക് ഓണം പോലെ, ആസാമിക്ക് ബിഹു പോലെ പഞ്ചാബികളുടെ കാർഷികോത്സവം. അതിൻ്റെ ആഹ്ലാദത്തിലാണ് ഒഴുകിയെത്തിയ സാധാരണക്കാർ ഒട്ടേറെയുണ്ട്. ജാലിയൻ വാലാബാഗിൽ കളിച്ചു ചിരിക്കുന്ന കുട്ടികളെ കാണാം. സ്ത്രീകൾ, വയോധികർ, അങ്ങനെ എല്ലാവരും. ബ്രിട്ടീഷ് ഭരണകൂടം അടിച്ചേൽപ്പിച്ച റൗലറ്റ് ആക്ട് എന്ന കരിനിയമത്തിനെതിരെ പ്രതിഷേധിക്കാനെത്തിയവരും അവിടെയുണ്ട്. സംശയമുള്ള ഏത് ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനും നാടുകടത്താനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകുന്ന കിരാതമായ നിയമത്തിനെതിരെ റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമാധാനപരമായ പ്രതിഷേധമായിരുന്നു അത്. ഉത്സവത്തിനൊപ്പം പ്രതിഷേധത്തിന്റെ അലയൊലികളും നിറഞ്ഞു നിന്ന ഈ മൈതാനത്തേക്ക് വളരെ പെട്ടെന്നാണ് മരണത്തിന്റെ കാൽപ്പെരുമാറ്റമെത്തിയത്. പഞ്ചാബ് പ്രവിശ്യയുടെ സൈനിക കമാൻഡറായിരുന്ന മേജർ റിജിനാൾഡ് ഡയർ സായുധരായ സൈനികരുമായി ആ മൈതാനത്തേക്ക് ഇരച്ചെത്തി. തുടർച്ചയായ 10 മിനിറ്റ് ബ്രിട്ടീഷ് സൈനികരുടെ തോക്കുകളിലെ വെടിയുണ്ടകൾ തീർന്നു പോയതുകൊണ്ട് മാത്രം 10 മിനിറ്റ് കൊണ്ട് ആ നരനായാട്ട് അവസാനിച്ചു. അതിനോടകം പക്ഷേ 1650 റൗണ്ട് വെടിയുണ്ടകൾ ആ നിഷ്കളങ്കരുടെ നെഞ്ചു പിളർന്ന് കടന്നുപോയി. മരിച്ചത് വെറും 379 പേരാണെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ലോകത്തോട് കള്ളം പറഞ്ഞു. എന്നാൽ ചരിത്രത്തിൽ പതിഞ്ഞ സത്യമനുസരിച്ച് 1200-ലധികം നിരപരാധികളാണ് ആ മണ്ണിൽ അന്ന് പിടഞ്ഞു വീണതെന്നാണ് കണക്കുകൾ. മൈതാനമധ്യത്തെ കിണറ്റിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് 150ഓളം മൃതദേഹങ്ങളാണ്. നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ വെടിയുണ്ടകളുടെ ഒച്ചയും ആ നിലവിളികളും ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് ആരും തളികയിൽ വെച്ചു തന്ന സമ്മാനമല്ല, അനേകായിരങ്ങളുടെ ചുടുചോരയിൽ എഴുതിയെടുത്ത അവകാശമാണെന്ന് ആ നിലവിളികൾ നമ്മളോട് പറയുന്നു.